ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഹൈക്കോടതിയുടെ ഒരാള് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. നാടകം കളിക്കാൻ നിൽക്കരുത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നാടകം കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ജാമ്യം റദ്ദാക്കും എന്നുള്ളതാണ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നടത്തിയിരിക്കുന്നതെന്ന നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയിൽ ഒരു അപേക്ഷയുമായി എത്തിയതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ നീക്കുന്നത്. അതായത് ഹൈക്കോടതിയോട് പ്ലീഡ് ചെയ്യുകയാണ്, എനിക്ക് ജാമ്യം നൽകണം എന്ന് പറഞ്ഞ്. അവിടെ ഹൈക്കോടതി ആ ഒരു പ്ലീ അംഗീകരിച്ചുകൊണ്ട് ഇയാൾക്ക് ജാമ്യം നൽകുകയാണ്. ആ ജാമ്യം നൽകിയ ഹൈക്കോടതിയെ കളിയാക്കുന്ന സമീപനമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ജാമ്യം നൽകിയ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അവിടെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടപെടുകയും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ നിസ്സാരമായി ഹൈക്കോടതി കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നമുക്കറിയാം ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തിയതാണ്. അങ്ങനെയാണ് കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകുന്നത്. ഈ ജാമ്യം കിട്ടിയതിന് ശേഷം കോടതിയെ കളിയാക്കുന്ന സമീപനമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി അത് അങ്ങനെ കണ്ടില്ല എന്ന് വെക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഷമി, വളരെ കടുത്ത നടപടികളിലേക്ക് കോടതി നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ അല്പം മുമ്പ് ഇന്ന് ഫസ്റ്റ് കേസായിട്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ആ കേസ് പെട്ടെന്ന് വിളിക്കുകയായിരുന്നു. ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. രാവിലെ കേസ് എടുത്ത് 2 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ കോടതി കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. കോടതി ചോദിച്ചത് എന്ത് നാടകമാണ് കളിക്കുന്നത്, നാടകം കളിക്കുകയാണെന്ന് അറിയാം, ആ നാടകം കോടതിയോട് വേണ്ട എന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. കേട്ടുകേൾവില്ലാത്ത നടപടിയാണ് ഒരാൾക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം അത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാതെ ഈ ന്യായങ്ങൾ പറഞ്ഞ് കോടതിയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയത്. അങ്ങനെ വന്നാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അറിയാം എന്നാണ് പി വി കുഞ്ഞികൃഷ്ണൻ ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. അതായത് വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്യും എന്ന് പറഞ്ഞ് കോടതി ഇപ്പോൾ നിൽക്കുകയാണ്. കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ബാക്കിയുള്ളവരുടെ കാര്യം ഏറ്റെടുക്കാൻ ഇയാൾ ആരാണ് എന്ന് കോടതി ചോദിച്ചു. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ല, ജയിലിൽ നിർത്തി വേണമെങ്കിൽ വിചാരണ നടത്താൻ തന്നെ കോടതിക്കറിയാം. അതായത് ജാമ്യം നൽകാതെ കുറ്റപത്രം നൽകി തുടർ നടപടികളെല്ലാം ജയിലിൽ കിടക്കെ തന്നെ നടത്താൻ കോടതിക്ക് അറിയാം. അതുകൊണ്ട് കോടതിയോട് നാടകം കളിക്കേണ്ട എന്നതാണ് ഇപ്പോ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏതായാലും ബോബി ചെമ്മണ്ണൂര് രാവിലെ തന്നെ ഇതിന്റെ ഒരു പ്രതിസന്ധി അഭിഭാഷകൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ ഇന്നലെ തന്നെ വേണമെങ്കിൽ 5 മണിയോടെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് അയാൾക്ക് പുറത്തിറങ്ങാമായിരുന്നു. പക്ഷെ അത് തന്നെ അയാൾ തയ്യാറായില്ല. ഒരു തരത്തിൽ പല ന്യായങ്ങൾ പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ കോടതിയെ വെല്ലുവിളിക്കുകയാണ് അയാൾ ചെയ്തത്. കോടതിയും രാജ്യത്തെ നീതിന്യായ നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അയാൾ ഇന്നലെ ജയിലിൽ കഴിഞ്ഞത്. കാരണം അയാളുടെ അപേക്ഷ പ്രകാരമാണ് കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചത്. കടുത്ത വിമർശനങ്ങളോടെയാണ് ജാമ്യം നൽകിയത്. ഈ തെറ്റിനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ ആ തെറ്റല്ലെങ്കിലും അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജയിലിനുള്ളിൽ നടത്തിയത്. അതായത് ഈ ബാക്കി കിടക്കുന്ന തടവുകാരെ എല്ലാം മോചിപ്പിച്ചാലേ താൻ പുറത്തേക്കുള്ളൂ, താൻ ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള വിചിത്രമായ വാദമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത് എന്ന് തന്നെ പറയാം. കോടതി പറഞ്ഞത് ഇത് നാടകമാണ്, ഈ നാടകം കോടതിയോട് വേണ്ട എന്ന് പി വി കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകന്റെ മുഖത്ത് നോക്കി അല്പം മുമ്പ് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് അഭിഭാഷകനോട് പി വി കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. ഇത്തരം നടപടി തങ്ങളുടെ അഭിഭാഷക ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? കോടതി കേട്ടിട്ടില്ല. കോടതിയുടെ മുമ്പിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ജാമ്യം റദ്ദാക്കും എന്ന മുന്നറിയിപ്പിലേക്ക് പിന്നീട് അദ്ദേഹം ലഘൂകരിക്കുകയുണ്ടായത്. ഒരു ഘട്ടത്തിൽ നമ്മളും വിചാരിച്ച് ജാമ്യം റദ്ദാക്കി എന്ന് തന്നെയാണ് അത് കേട്ടപ്പോ. പക്ഷെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കും എന്ന് അദ്ദേഹം അല്പം ലഘൂകരിച്ചു. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്, ആ വഴി ബ്ലോക്ക് ചെയ്ത് പോലീസ് കോടതി ഉത്തരവുണ്ടെങ്കിൽ പിടിച്ച് വീണ്ടും കൊണ്ട് ജയിലിലിടാം. അതാണ് രാജ്യത്തെ നിയമവ്യവസ്ഥ. അപ്പൊ ജാമ്യം റദ്ദാക്കിക്കൊണ്ടൊരു ഹൈക്കോടതി ഉത്തരവ് വന്നാൽ ആ നിമിഷം അയാൾ അറസ്റ്റിലാവുകയും അയാൾ അതേ ജയിലിലേക്ക് വീണ്ടും പോവുകയും ചെയ്യും എന്നുള്ളതാണ് സാഹചര്യം. പക്ഷെ കോടതി ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ നടപടിയിലേക്ക് കോടതി കടക്കുന്നില്ല എന്ന് തോന്നുന്നു ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണന്റെ വാചകങ്ങളിൽ നിന്ന്. പക്ഷെ കോടതി ആദ്യം പറഞ്ഞ ജാമ്യം റദ്ദാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ജാമ്യം റദ്ദാക്കിയെന്ന് തന്നെയാണ് കേട്ടിരുന്ന അഭിഭാഷകരും ഓൺലൈൻ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും എല്ലാം ധരിച്ചത്. പക്ഷേ
തൊട്ടടുത്ത വാചകത്തിൽ അദ്ദേഹം അല്പം ലഘൂകരിച്ച് ഒരു മുന്നറിയിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞു കോടതിക്ക് ജാമ്യം റദ്ദാക്കാൻ അറിയാം എന്നുള്ളത്. അതിന് കോടതിയെ പ്രകോപിപ്പിച്ചൊരു കാര്യം മറ്റു റിമാൻഡ് തടവുകാരുടെ കാര്യം മുൻ പറഞ്ഞതൊക്കെയാണ്. മറ്റു പ്രതികളുടെ കാര്യം തീരുമാനിക്കാൻ ഇയാൾ ആരാണ് എന്നാണ് കോടതി ചോദിച്ചത്. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ല ബോബി ചെമ്മണ്ണൂർ എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് കരുതരുത് എന്ന മുന്നറിയിപ്പാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണ്ണൂരിന് നൽകിയത്. ബോബിക്ക് മുകളിലാണ് കോടതി എന്ന് ഓർമ്മ വേണം എന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിനെ ഓർമ്മിപ്പിച്ചു. ഏതായാലും ഇപ്പോൾ നടപടികൾ നടക്കുകയാണ്. 12 മണിക്ക് ഇനി എന്താണ് പറയാനുണ്ടെങ്കിൽ 12 മണിക്ക് ഇതേ വക്കീൽ ഹാജരായി ഇവിടെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കേസിലേക്ക് പോയിട്ടുണ്ട്. സാലി, ഇത് നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അയാൾ ഈ പറയുന്ന സ്ത്രീ സമൂഹത്തെ വലിയ തോതിൽ അപമാനിച്ചതിന് ജയിലിലായ ആൾ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ കൂടി വെല്ലുവിളിക്കുകയാണ്. അതായത് ഈ കോടതിയൊന്നും എനിക്ക് ബാധകമല്ല, നിങ്ങൾ എനിക്ക് ജാമ്യം തന്നാലും ചില വിഷയങ്ങളിൽ എനിക്ക് ഇടപെടാനുണ്ട്, ജയിലിലെ തടവുകാരുടെ വിഷയങ്ങൾ പരിഹരിച്ച ശേഷമേ ഞാൻ ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുന്നുള്ളൂ എന്നുള്ള മട്ടിലുള്ള ആ പ്രതികരണം നമ്മുടെ ഒരു നീതിന്യായ സംവിധാനത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസത്തെ കൂടി തകർക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതി ഇത്രയും ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകുക. തീർച്ചയായും കോടതിയെ പ്രകോപിപ്പിച്ചത് അയാളുടെ നാശം തന്നെയാണ്. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ, നിയമ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധ തേടുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അയാൾ ഇന്നലെ ആ നാടകം മുഴുവൻ കളിച്ചത്. അയാൾ ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി തന്നെ വളരെ വലുതാണ്. പക്ഷെ കോടതി ഒരു പരിഗണന നൽകി അയാൾക്ക് ജാമ്യം കൊടുത്തപ്പോൾ ആ ജാമ്യം കൊടുത്ത കോടതിയെ, രാജ്യത്തെ ആകെ നീതിന്യായ നിയമവ്യവസ്ഥകളെ ഒക്കെ വെല്ലുവിളിക്കുന്ന സമീപനം അയാൾ സ്വീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് കൂടിയാണ് കോടതി വളരെ വലിയ തോതിൽ പ്രകോപിതരായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോടതിയുടെ ആകെ ഒരു വികാരമാണ്. ഇന്നലെ ഈ സംഭവവികാസങ്ങൾ ഈ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സീനിയർ ജഡ്ജിമാരുമായി ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ ജഡ്ജിമാർക്കിടയിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തു. കാരണം കോടതിയെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് അയാൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ് കാര്യം. അതാണ് ഇപ്പോ 12 മണിക്കുള്ളിൽ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കോടതി കടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സാലി, അതുമാത്രമല്ല, ഇതിൻ്റെ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ഒരർത്ഥത്തിൽ ഈ സമൂഹത്തോട് വിളിച്ചു പറയുക കൂടി ചെയ്യുകയാണ് അയാൾ. എന്നെ നിരപരാധിയായ എന്നെ ജയിലിലിട്ടിരിക്കുന്നു, ഈ കോടതിയുടെ ഈ നടപടിയിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. അതുമാത്രവുമല്ല, കോടതിക്കുള്ളിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കൂടി ഇടപെടുന്ന ഒരാളായി തന്നെ മാറ്റാനുള്ള, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ് അയാൾ നടത്തുന്നത്. തീർച്ചയായും അയാളുടെ നടപടികൾ, ഈ കേസ് ഉരുത്തിരിഞ്ഞ സംഭവം തന്നെ ഇയാളുടെ നടപടികൾ ദുരൂഹമാണ്. അയാളെടുത്ത പല നിലപാടുകളും സാലിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഈ ബോബിയുടെ ആരാധകരായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണം അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക, ഹണി ട്രാപ്പിപ്പെടുത്തിയതാണ്. ഹണി റോസ് ഹണി ട്രാപ്പിപ്പെടുത്തിയതാണ്. സന്തോഷ പ്രകടനമാണ്. പടക്കം പൊട്ടിക്കാൻ തന്നെ അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നടു റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത ദീപാവലിക്ക് ഇത് വെറും അതൊന്നുമല്ല. ഞങ്ങളിത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കങ്ങളെ, ഈ പടക്കം കൊണ്ടുവന്നതിനെ പടക്കങ്ങളെ സാലി, താൻ ചെയ്തതൊക്കെ ശരിയാണ്. കുറച്ച് ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് തനിക്ക് വേണ്ടി പറയിപ്പിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഇങ്ങരുടെ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കോടതിയോടുള്ള വെല്ലുവിളി എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? അതായത് അത് മാത്രം അത്രയും ലഘൂകരിച്ച വിഷയം പോലും അല്ല ബോബിയുടെ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അയാൾ എല്ലാം വെല്ലുവിളിക്കുന്ന സമ്പത്തിന്റെ ബലത്തിലാവണം, എല്ലാത്തിനെയും വെല്ലുവിളിക്കാമെന്നൊരു ധാരണയിലേക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന അതിസമ്പന്നനെത്തി എന്ന് ആണ് പൊതുവെ ഒരു വിലയിരുത്തൽ. അത് തന്നെയാണ് കോടതിക്കും മനസ്സിലായത് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നതും.